നമസ്കാരം. ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു ചോദ്യവും ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യ കടക്കണിയിലേക്ക് തന്നെ എന്ന് പറയാനാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ശ്രമിക്കുന്നത്. 2025 നവംബർ 20 ആകുമ്പോഴത്തേക്ക് ഏകദേശം 80-88 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 94% കടക്കും. അതായത് ഏകദേശം ഇപ്പോൾ ഇന്നത്തെ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 93.12%. ഇത് ഏകദേശം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു ദിവസം 0.01% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡെപ്റ്റ് ടു GDP റേഷ്യോ. അത് വെച്ച് കണക്കാക്കുമ്പോൾ ഏകദേശം കണക്കനുസരിച്ച് ഏകദേശം 2025 നവംബർ 3 വാരം ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 94% ആകും. ഇത് വെച്ചാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ കടക്കണിയിലേക്ക് തന്നെ എന്ന്. ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ചെറിയൊരു വിവരണം പറയാം. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ സർവീസുകളുടെയും മൊത്തം മൂല്യമാണ് GDP എന്ന് പറയുന്നത്. കുറച്ചുകൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വരുമാനം ആണ് ഈ GDP എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വരുമാനം എത്രയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കടം എത്രയാണ്, അതാണ് ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഡെപ്റ്റ് കൂടുന്നത് GDP കൂടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ആണ് ഇപ്പോൾ ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും അവസ്ഥ. ഏകദേശം 6 മാസം മുമ്പ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 98% കടന്നിരുന്നു. അന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തത് കയ്യിലുള്ള വിദേശ നാണ്യ ശേഖരം കുറേ എടുത്ത് വിറ്റഴിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ 91% ആക്കി കുറച്ചിരുന്നു 6 മാസം മുമ്പ്. അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 93.12% അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 80-88 ദിവസത്തിനുള്ളിൽ അത് 94% ആവും. അപ്പോൾ വീണ്ടും ഈ 98% ആയിട്ട് ഉയരുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ വിദേശ നാണ്യ ശേഖരം എടുത്തൊരു കളി കളിക്കും. പക്ഷേ അത് എല്ലാ കാലവും നടക്കില്ല. ഇപ്പോൾ ഫോറക്സ് റിസർവ് കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 6,93,620 മില്യൺ ഡോളർ. അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 60 ലക്ഷം കോടി രൂപയുടെ വിദേശ നാണ്യ ശേഖരമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ ഇന്ത്യയുടെ കടം 3.739 ട്രില്യൺ ഡോളറാണ്. അത് ഇപ്പോഴത്തെ ഡോളർ റേറ്റ് എന്ന് പറയുന്നത് 87 രൂപ 13 പൈസയാണ്. അത് വെച്ച് കണക്കാക്കുമ്പോൾ ഏകദേശം 325.8 ട്രില്യൺ രൂപ, ഏകദേശം 325 ലക്ഷം കോടി രൂപ ആണ് ഇന്ത്യയുടെ മൊത്തം കടം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിദേശ മൊത്തം കടവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എല്ലാ കാലവും ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ശക്തി ദൗർബല്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ കയറ്റുമതി 71 ലക്ഷം കോടി രൂപയുടെ ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായത്. അപ്പോൾ അത് ഗണ്യമായി ഇടിയാനും ഏതാണ്ട് പൂർണ്ണമായിട്ടും നിലയ്ക്കാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടൊന്നും നിൽക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലോകം തകർന്നു കഴിഞ്ഞു. അത് നമ്മൾ മലയാളികൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് പിണറായി വിജയൻ കടം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അത് മലയാളി അറിഞ്ഞോളൂ, പോട്ടെ, അത് വേറൊരു വിഷയം. എന്നാൽ കം ടു ദ പോയിന്റ്, അതായത് ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ 328%. അത് കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് 288% എന്നുള്ള കണക്കായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 328% കൂടി. അത് തീർച്ചയായിട്ടും ഇപ്പോൾ അത് ഏകദേശം 370% വരെ ആവാനാണ് സാധ്യത. അതിൻ്റെ ലേറ്റസ്റ്റ് കണക്ക് വന്നിട്ടില്ല. എന്തായാലും അമേരിക്കയും ജപ്പാനും യൂറോപ്പും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ്ഘടന സമ്പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ മൊത്തം രാജ്യങ്ങളുടെ 193 രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ടോട്ടലായിട്ട് കണക്കാക്കുമ്പോൾ 328%. ഇത് 90% വരെ പാടുള്ളൂ. ഓക്കെ, അതായത് ജി ഡി പി 100 ആണെങ്കിൽ ഈ കടം ഏകദേശം 90 വരെ ആവാൻ പാടുള്ളതെന്നാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇത് മുന്നോട്ട് പോയി ഏറ്റവും ഭയജനകമായ ഒരവസ്ഥയിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇതാണ്, ലോകത്തിലെ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം, പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം സമ്പൂർണ്ണമായും തകർന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അത് ഈ പറഞ്ഞ വെറും ഒരു ക്രൈസിസ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാനും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ പറ്റില്ല. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഇതാണ്, ഇന്നത്തെ അതായത് ഏകദേശം 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണ്. പലപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് കേരളത്തിലെ കാര്യം പറയാം. ഈ കടമെടുക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭയുടെ ആവശ്യമുണ്ടോ? ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? കടമെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ കാര്യമേ ഉള്ളൂ. അതിനിവിടുത്തെ ഗവൺമെൻറ്റിന് ഇത്രയും ചിലവും ഒക്കെ ചിലവാക്കിക്കൊണ്ട് ഒരു മന്ത്രിയുടെ ആവശ്യമൊന്നുമില്ല. കടമെടുക്കുക മാത്രമാണ് ഇവിടുത്തെ സാമ്പത്തിക പരിഷ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും തന്നെ ഈ കടക്കെണിയിൽ നിന്ന്, ലോകം കടക്കെണിയിലാണ്, ആ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ഈ ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും നടക്കത്തില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഈ 328%. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കണക്കാണ്. അതിപ്പോൾ 370 കടന്നു കാണും. അപ്പോൾ ഇത് പരിഹരിക്കാൻ, ഇത് സോൾവ് ചെയ്യാൻ ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധനും ഒരു രാഷ്ട്ര നേതാവിനും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 99.99% ആൾക്കാരും ഇതുപോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. അതൊക്കെ വിദഗ്ധന്മാരങ്ങ് ചെയ്തോളും എന്നുള്ള
ഒരു മിഥ്യാധാരണയാണ് പൊതുവെ നമുക്കുള്ളത്. അത് പക്ഷേ മിഥ്യാധാരണയാണ്. ഇവർക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതാണ് യാഥാർത്ഥ്യം. ഈ സിസ്റ്റം അശാസ്ത്രീയമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ അഥവാ ഈ ഒരു കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം വിദഗ്ധന്മാർക്കോ രാഷ്ട്ര നേതാക്കൾക്കോ അറിയാമെങ്കിൽ അതൊക്കെ ചെയ്ത് കാണിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇന്നത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ക്ലിയർ ആവും എന്ന് പറയാൻ ആരുമില്ല. കാരണം അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം തോറ്റെടുത്ത്, അതായത് ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക വിദഗ്ധരും തോറ്റു, രാഷ്ട്ര നേതാക്കളും തോറ്റെടുത്ത് ഈ ചെറിയ യൂട്യൂബിൽ ചാനൽ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. കുറഞ്ഞ പക്ഷേ ഇത് ചർച്ചാ വിഷയമെങ്കിലും ആക്കണം, ചർച്ച ചെയ്യണത്. ഓരോ വിദഗ്ധന്മാരെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂകളൊക്കെ താമസിയാതെ ഈ ചാനലിൽ വരും. അപ്പോൾ അവരെല്ലാം പറയാൻ പോകുന്ന ഉത്തരം ശാശ്വതമായിട്ട് ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആർക്കും അറിയില്ല എന്ന് തന്നെയായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ അണ്ണാറക്കണ്ണനും തന്നാരായതെന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ ഈ ചെറിയ ഈ പ്രസ്ഥാനമായിട്ടിരുന്ന് ഞങ്ങൾ ഏറ്റവും മിനിമം ഇത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഓക്കെ. അതുമാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ഈ കടക്കെണിയിൽ നിന്ന് 1 സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെടാം. അതുമാത്രമല്ല, 100 ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം, ലോകം സമ്പൽ സമൃദ്ധമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സാമ്പത്തിക വിദഗ്ധരൊക്കെ അംഗീകരിച്ചതാണ് കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഇതിനോട് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇന്ത്യ കടക്കെണിയിലാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന് ഉത്തരം കണക്കുകൾ അവതരിപ്പിച്ച് ഞങ്ങൾ പറയുക മാത്രമല്ല, ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. വേറെ ആരെങ്കിലും ഒരാൾ, സാമ്പത്തിക വിദഗ്ധരോ രാഷ്ട്ര നേതാക്കളോ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ തന്നെ ഒരു മാർഗം പറയുകയാണെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കാം. ഒരു ഈഗോയും ഞങ്ങൾക്കില്ല, ഒരു തരത്തിലുള്ള ദുരഭിമാനമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ്: ലോകത്തിനെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കണം. അത് സ്വാർത്ഥതയും അതിനകത്ത് ഉണ്ടെന്ന് വെച്ചോളൂ. അതായത് കുറഞ്ഞ പക്ഷം എൻ്റെ വരും തലമുറകൾക്ക് സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കാൻ ഞാൻ കുറേ സമ്പത്തുണ്ടാക്കി വെക്കുക എന്നുള്ളതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള പ്രായോഗിക മാർഗം, മറിച്ച് ലോകത്തെ തന്നെ സമ്പൽ സമൃദ്ധമാക്കുക. അതായത് ഞങ്ങൾ പറയുന്നത് ഇതാണ്. കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ ഇതാണ്. ഒന്ന്, GDPയുടെ വർധനവിൻ്റെ ശതമാനം ഏറ്റവും മിനിമം ഒരു 100 ദിവസം കൊണ്ട് 50% മുതൽ 500% വരെ ഉയർത്താം. ഓക്കെ. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ അവകാശവാദം. അതുകൂടാതെ വെറും 2 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ 160 കോടി വീടുകൾ നിർമ്മിക്കാം. ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നേടാൻ പറ്റുന്ന നേട്ടങ്ങളാണ് ഞങ്ങൾ അവകാശവാദങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ മൊത്തം കടമായ ഏകദേശം 28,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഇന്ത്യയുടെ
കടം 325 ലക്ഷം കോടി രൂപ, അത് 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. പിണറായി ഗവൺമെൻറ്റിൻ്റെ 6 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. അതുപോലെ തന്നെ ലോകത്തിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും റോഡുകളും പാലങ്ങളും 1 രൂപ ചെലവില്ലാതെ 30 ദിവസം കൊണ്ട് നവീകരിക്കാം. 1 രൂപ ചെലവില്ലാതെ. ഭക്ഷ്യോൽപാദനം 100 ദിവസം കൊണ്ട് മനുഷ്യരാവശ്യമുള്ളതിൻ്റെ മനുഷ്യരാശിക്ക് മുഴുവൻ, അതായത് 824 കോടിയാണ് ജനസംഖ്യ, ലോക ജനസംഖ്യ. അവർക്കെല്ലാവർക്കും തന്നെ ആവശ്യമുള്ളതിൻ്റെ 5 ഇരട്ടി ഭക്ഷ്യവസ്തുക്കൾ വെറും 100 ദിവസം കൊണ്ട് 5 ഇരട്ടിയാക്കാം, 5 ഇരട്ടി ഉൽപ്പാദിപ്പിക്കാം 1 രൂപ ചെലവില്ലാതെ. തൊഴിലില്ലായ്മ 100% തീർക്കാം 1 രൂപ ചെലവില്ലാതെ. കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ തുടങ്ങാം 1 രൂപ ചെലവില്ലാതെ. കൃഷി വികസിപ്പിക്കാം 1 രൂപ ചെലവില്ലാതെ. ഇതൊക്കെയാണ് ഞങ്ങൾ അവകാശവാദമായിട്ട് മുന്നോട്ട് വച്ചേക്കുന്നത്. ഇതുപോലുള്ള ആശയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഞങ്ങൾ പലത് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ 2ാമത്തെ വീഡിയോ മുഴുവൻ കേൾക്കുക. അതിനകത്ത് ഞങ്ങളിത് കുറച്ച് ഭാഗം ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മുഴുവനായിട്ട് വിശദീകരിക്കാൻ 3 മണിക്കൂറോളം വേണം. പക്ഷേ ഇതിപ്പോൾ ഈ വീഡിയോ തന്നെ ഒരാളും മുഴുവനായിട്ട് കാണാൻ പോകുന്നില്ല. ഓക്കെ, എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് 500-1000 പേര് കാണുമായിരിക്കും. അതിൽ കവിഞ്ഞ് ആരും ഇത് ശ്രദ്ധിക്കില്ല എന്ന് വിചാരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്ന മറുപടി ഇതാണ്: ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത്, ഞങ്ങളുടെ ചിന്തകൾ കേൾക്കുന്നത്, മറിച്ച് പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുക മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ ചിന്തകൾ പോലും പ്രപഞ്ചശക്തി അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഏകദേശം 34 വർഷമായി കറൻസി രഹിത വ്യവസ്ഥയായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഈ 334 വർഷവും ഞങ്ങൾ ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ കണ്ടിട്ടുള്ള നിമിത്തങ്ങൾ മുഴുവൻ പോസിറ്റീവായിരുന്നോ. പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ആ പ്രപഞ്ചശക്തി കാണുന്നുണ്ട്. ഇത് ഞങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം, പ്രവർത്തിക്കുന്നതുമെല്ലാം. ഓക്കെ, അതുകൊണ്ട് ഇത് ഈ വീഡിയോ ഏറിപ്പോയാൽ 500-1000 പേര് കാണുന്നുള്ളൂ എന്നുള്ള ഞങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. മറിച്ച് ഈ ഭൂമിയിൽ കിടക്കുന്ന 824 കോടി ജനങ്ങളെയും കാട്ടിലും ഘനഗംഭീരമായ കരുത്തുള്ള പ്രപഞ്ചശക്തി ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒക്കെ കാണുന്നുണ്ട്, ഓരോ നിമിത്തങ്ങൾ കാണിച്ചു തരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇത് ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ചെറിയ ഒരു റീച്ചിൽ ഇതങ്ങ് ഒതുങ്ങിപ്പോകുമെന്നൊന്നും ആരും ദയവേത് ധരിക്കരുത്. അപ്പോൾ സംഭവം ഇതാണ്: ഇന്ത്യ കടക്കെണിയിലേക്ക് തന്നെയാണ്. ഇതിന് വേ ഔട്ട് GDP ഉയർത്തുക. ഇന്നത്തെ സിസ്റ്റത്തിലാണെങ്കിൽ GDP ഉയർത്തുക, കടം കൂടുന്നതിനേക്കാൾ സ്പീഡിൽ GDP വർദ്ധിപ്പിക്കണം. GDP വർദ്ധിപ്പിക്കാൻ, ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ സിസ്റ്റത്തിൽ പണം വേണം. ഞങ്ങളുടെ സിസ്റ്റത്തിൽ പണം വേണ്ട, മറിച്ച് മാൻ പവർ, ടെക്നോളജി, നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ, ഇത് 3 മതി. പണത്തിൻ്റെ തടസ്സമില്ലാതെ അത് ഉപയോഗിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു
പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ. കുറച്ചുകൂടി വ്യക്തമായിട്ട് അതിൻ്റെ നിർവചനം ഒന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കും. താൽക്കാലികമായിട്ട് ഇനി ഞങ്ങൾ വരും നിങ്ങളെ ബോറടിപ്പിക്കാനും നിങ്ങളെ അലോസരപ്പെടുത്തും. അതായത് ചിന്താശേഷിയുള്ളവരാണ് മലയാളികൾ. പക്ഷേ അവർ ആ ചിന്തിക്കാനുള്ള ആ കഴിവ് അവർ ഉപയോഗിക്കുന്നില്ലെന്നാണ് ഞങ്ങളുടെ പരാതി. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും വരും. വീണ്ടും നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാനും ചർച്ച ചെയ്യിക്കാനും വേണ്ടി ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധരോ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ടുള്ള ആയിരങ്ങളോ അല്ല, മറിച്ച് പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു ശക്തി ലോകത്തുണ്ട്. അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ നിമിത്തങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൻ്റെ ആ കറൻസി രഹിത വ്യവസ്ഥയുടെ ഒരു നിർവചനം ഞാൻ പറയാം. പൂർണ്ണമായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ 3 മണിക്കൂറിലധികം വേണം. അതിൻ്റെ ചർച്ചകൾക്ക് 40 മണിക്കൂറിലധികം വേണ്ടി വരും. എന്തായാലും അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിൻ്റെ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വന്നിട്ടില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് വലിയൊരു വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ ശരിക്കും ഒരു 15 മിനിറ്റ് നീളുന്ന ഒരു വിവരണം ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ വീഡിയോയിലുണ്ട്, ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതാണ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കറൻസി രഹിത വ്യവസ്ഥയുടെ നിർവചനം ഇതാണ്: പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും ടെക്നോളജിയും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ. ഇതിൽ താല്പര്യമുള്ളവർ ദയവായി ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് കൂടാതെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. തൽക്കാലം വിടവാങ്ങുന്നു. വീണ്ടും ഞങ്ങൾ വരും നിങ്ങളെ ബോറടിപ്പിക്കാൻ, നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, നിങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ വീണ്ടും ഞങ്ങൾ വരും. ഓക്കെ, തൽക്കാലം ഗുഡ് ബൈ.